ഭാരതത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന രണ്ട് വാർത്തകൾ. ഒന്ന്, ആണവത്രയശേഷി കൈവരിക്കുന്ന വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതവും. കര, കടൽ, ആകാശം ഈ മൂന്ന് പ്രതലങ്ങളിൽ നിന്നും ആണവായുധം തൊടുക്കാൻ ശേഷി കൈവരിക്കുക എന്ന അപൂർവ പദവിയാണ് ആണവത്രയശേഷി സ്വന്തമാക്കുന്ന രാജ്യം എന്നതിലൂടെ ഭാരതത്തിന് സ്വന്തമായിരിക്കുന്നത്. രണ്ടാമത്, സൈന്യത്തിന് യുദ്ധ സാഹചര്യങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റ് വികസിപ്പിച്ചെടുക്കാനുള്ള പ്രോജക്റ്റ് വേദ. ഇത് വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയതായും റിപ്പോർട്ടുകൾ. അതീവ രഹസ്യമായ പദ്ധതിയുമാണ് പ്രോജക്റ്റ് വേദ മുന്നോട്ട് പോകുന്നത്. യുഎസിനും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം കഴിയുന്ന ഒരു നേട്ടമാണ് ഇന്ത്യ പൂർത്തിയാക്കിയത് എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇതേക്കുറിച്ച് സൈന്യമോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ യാതൊരു പ്രതികരണവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുങ്ങിക്കപ്പലിൽ നിന്നും ആണവ പോർമുനയുള്ള ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തിരുന്നു. ഇതോടെ കടലിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിച്ചു. കഴിഞ്ഞ ദിവസം INS അരിഹന്റ് എന്ന ആണവശേഷിയുള്ള മുങ്ങിക്കപ്പലിൽ നിന്നാണ് K4 എന്ന ആണവ പോർമുനയുള്ള ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച് ഇന്ത്യ പരീക്ഷണം നടത്തിയത്. ഇതോടെയാണ് ഇന്ത്യക്ക് ആണവത്രയശേഷിയുള്ള രാജ്യം എന്ന അസൂയാർഹമായ പദവി ലഭിച്ചിരിക്കുന്നത്. കരയിൽ നിന്നും ആണവായുധം തൊടുക്കാനുള്ള ശേഷി ഇന്ത്യക്ക് നേരത്തെ ഉണ്ടായിരുന്നു. കരയിൽ നിന്നും തൊടുക്കാവുന്ന 180 ആണവായുധങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഉണ്ട്. ശത്രു രാജ്യത്തെ പിന്തിരിപ്പിക്കാൻ ശേഷിയുള്ള കരയിൽ നിന്നും തൊടുക്കാവുന്ന ആണവായുധങ്ങൾ 180-ലധികം ഇന്ത്യയുടെ കൈവശമുണ്ട്. പൃഥ്വി ആണവ മിസൈൽ, അഗ്നി ആണവ മിസൈൽ ഇതൊക്കെ കരയിൽ നിന്ന് തൊടുക്കാവുന്നതാണ്. പ്രത്യേക മിസൈൽ ലോഞ്ചറുകളിൽ നിന്നാണ് ഇവ നിക്ഷേപിക്കുക. 350 കിലോമീറ്റർ വരെ അകലെ ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ കഴിയുന്ന ആണവ മിസൈലാണ് പൃഥ്വി. ആണവായുധം ഉൾപ്പെടെ 500 കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുണ്ട്. അഗ്നി 4, അഗ്നി 5 എന്നീ മിസൈലുകൾക്ക് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുണ്ട്. അഗ്നി 5-ന് 100 കിലോഗ്രാമിലധികം ആണവ സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുണ്ട്. കരയിൽ വെച്ചിട്ടുള്ള വിക്ഷേപണ വാഹിനികളിൽ നിന്നും പൃഥ്വി, അഗ്നി മിസൈലുകൾ അയക്കാൻ സാധിക്കും. അഗ്നി 5-ന് ബലപ്പെടുത്തിയ കോൺക്രീറ്റ് രഹസ്യ അറകൾ വരെ തുളച്ചു കയറിപ്പോയി ആണവ സ്ഫോടനം നടത്താൻ സാധിക്കും. പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും ചെന്നെത്താനുള്ള ശേഷിയുമുണ്ട്. 5000 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ വരെ പറന്നു ചെന്ന് ആണവ സ്ഫോടനം നടത്താൻ അഗ്നി മിസൈലിന് സാധിക്കും. ഈ ദൂരപരിധി 7000 കിലോമീറ്ററിലേക്ക് വരെ ഉയർത്താനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ഏത് മുക്കിലും മൂലയിലും വരെ ചെന്നെത്താനാവും. ആകാശത്ത് നിന്നും ഇന്ത്യക്ക് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ടാണ് ഈ ആണവായുധങ്ങളും അവയെ വഹിക്കാൻ ശേഷിയുള്ള പ്രത്യേക പോർ വിമാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്. 2019 ബലാക്കോട്ടിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിൽ പാക്-അധീന കാശ്മീരിലും പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലും ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഇതിലൊന്നും ആണവായുധങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലും കാമികാസെ എന്ന ചാവേ ഡ്രോണുകളുമാണ് ഉപയോഗിച്ചത്. പക്ഷേ ആണവായുധങ്ങൾ കൊണ്ട് വ്യോമാക്രമണം നടത്തണമെങ്കിൽ അതിന് കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ അനുവാദം ആവശ്യമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും. അപൂർവമായ അവസരങ്ങളിൽ മാത്രമേ ഇങ്ങനെ ആണവായുധം ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്താൻ ഇന്ത്യക്ക് അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ ആണവത്രയശേഷി എന്ന പദവിയിലേക്ക് ഇന്ത്യ എത്തിയാലും അത് ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ ആണവശേഷി ഇന്ത്യ പരീക്ഷിക്കുകയുള്ളൂ എന്നതാണ് വ്യക്തമാകുന്നത്. ഇനി രണ്ടാമത്തേത് പ്രോജക്റ്റ് വേദ. പ്രോജക്റ്റ് വേദ എന്താണ് എന്ന് പറയാം. എന്താണ് ഈ അപൂർവ റോക്കറ്റ് എന്ന് മനസ്സിലാക്കാം. ഇത് ഇന്ത്യയുടെ സൈനിക ആവശ്യത്തിനുള്ള ഒരു ഉപഗ്രഹമാണ്. ഒരു ശത്രു രാജ്യം തകർത്തിട്ടു എന്ന് കരുതുക. ഈ റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ത്യക്ക് മറ്റൊരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കാൻ സാധിക്കും. ഇത് വലിയൊരു ശക്തിയാണ്. കാരണം ഇന്ന് യുദ്ധ സാഹചര്യത്തിൽ ഉപഗ്രഹങ്ങൾ ഒരു സുപ്രധാന ശക്തിയാണ്. ഈ ഉപഗ്രഹങ്ങൾ വഴിയാണ് വാർത്താവിനിമയം, GPS, ശത്രുപാളയങ്ങൾ നിരീക്ഷണം നടത്തൽ, ശത്രു രാജ്യത്തിനുള്ളിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വീഡിയോകൾ ഇതൊക്കെ ഇവയാണ് നൽകുന്നത്. അങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്. ഏകദേശം 2000 കിലോഗ്രാം വരെ ഭാരമുള്ള മൈക്രോ ഉപഗ്രഹങ്ങളാണ് സൈന്യത്തിന് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് ഈ മിസൈൽ വഴി അയക്കാൻ കഴിയുക. മാത്രമല്ല ഇവയെ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ബഹിരാകാശ ഭ്രമണ പഥത്തിലേക്കാണ് അയക്കാൻ സാധിക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോ എർത്ത് ഓർബിറ്റ് എന്നത് ഭൂമിയിൽ നിന്നും 160 കിലോമീറ്ററിൽ നിന്നും ആരംഭിച്ച് 2000 കിലോമീറ്റർ വരെ അകലത്തിലുള്ള ബഹിരാകാശ ഭ്രമണപഥമാണ്. എങ്ങനെയാണ് ശത്രു രാജ്യം നമ്മുടെ സൈനിക ആവശ്യത്തിന് ബഹിരാകാശത്തേക്ക് അയച്ച റോക്കറ്റ് വീഴ്ത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതും ഒരു മിസൈൽ ഉപയോഗിച്ചാണ് ചെയ്യുക. US, റഷ്യ, ചൈന തുടങ്ങിയ അപൂർവ രാജ്യങ്ങളുടെ കൈവശമേ ബഹിരാകാശത്തുള്ള ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തെ തകർത്തിടാൻ കഴിയുന്ന മിസൈലുള്ളൂ. ഇതിനെ ആന്റി സാറ്റലൈറ്റ് മിസൈൽ എന്നാണ് വിളിക്കുക. പ്രോജക്റ്റ് വേദയിലൂടെ ഇന്ത്യ ഈ ആന്റി സാറ്റലൈറ്റ് മിസൈലും വികസിപ്പിച്ചതായി രഹസ്യ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സൈന്യമോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ ഇതും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുവരെ സൈനിക ആവശ്യത്തിനുള്ള ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാൻ ഇന്ത്യൻ സേന ISROയെ ആണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ സൈന്യത്തിന് തന്നെ പ്രോജക്റ്റ് വേദ പ്രകാരം തയ്യാറാക്കിയ കരുത്തുറ്റ മിസൈൽ ഉപയോഗിച്ച് സൈനിക ആവശ്യത്തിനുള്ള ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. സാധാരണ ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ സംവിധാനം ഉപയോഗിച്ച് ഒരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കുക എന്നത് ധാരാളം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ പ്രോജക്റ്റ് വേദയുടെ
തയ്യാറാക്കിയ റോക്കറ്റ് ഉപയോഗിച്ച് ക്ഷണനേരം കൊണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കാനാകും. ഒരു യുദ്ധ എമർജൻസി സാഹചര്യത്തിൽ ഉപയോഗിക്കാനാണ് ഈ ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ്. അങ്ങനെ 2 നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് ഭാരതം. നമുക്കറിയാം, ഭാരതം കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം ഒരു 10 വർഷത്തോളമായി ഭാരതം പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ സൈനിക ആവശ്യങ്ങളിലും ഒക്കെ വല്ലാത്ത വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തുന്നത്. ഒരു രാജ്യത്തിന് ചുരുങ്ങിയ കാലയളവിൽ നേടിയെടുക്കാവുന്ന നിരവധി നേട്ടങ്ങൾ, അതിശയിപ്പിക്കുന്ന നിരവധി നേട്ടങ്ങളാണ് ഭാരതത്തിന് സ്വന്തമായിരിക്കുന്നത്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ നേട്ടങ്ങളിൽ അഭിമാനിക്കാം. കാരണം നമ്മുടെ ഭാരതം മറ്റ് രാജ്യങ്ങൾക്കൊപ്പം മത്സരിച്ച് നിൽക്കത്തക്ക ശേഷി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.